10ാം ക്ലാസ്സിൽ എനിക്കുണ്ടായ അസ്വസ്ഥതയാണ് എൻ്റെ ദൈവവിളിയുടെ ആരംഭം. ആ സമയത്ത് ഞാൻ അൾത്താരയിൽ ഓൾട്ടർ ബോയ്സായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഒറ്റ ചോദ്യം എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വൈദികനാകാനോ സന്യാസ ജീവിതം സ്വീകരിക്കാനോ ഒരു ദൈവവിളി ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഈ വിഷയമാണ് ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കൃത്യമായി ഒരു ഉത്തരം ഈ ചോദ്യത്തിന് നമുക്ക് നൽകാൻ സാധിക്കില്ല. എനിക്ക് വൈദിക ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്കോ ഒരു ദൈവവിളി ഉണ്ടോ, ഒരു ദൈവിക നിയോഗം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും? കൃത്യമായ ഒരു ഉത്തരത്തിന് പകരം ഇതേ ചോദ്യത്തിലൂടെ കടന്നു പോവുകയും പല നാളത്തെ ഒരുപക്ഷെ വർഷങ്ങളുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും വിവേചനത്തിനും ഒടുവിൽ ആ തീരുമാനത്തിൽ ഉറച്ച ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ച ഏതാനും വ്യക്തികളുടെ അനുഭവങ്ങളാണ് ഈ വീഡിയോ സീരീസിലൂടെ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദൈവവിളിയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഈ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ തൻ്റെ വൈദിക ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കൺഫർമേഷൻ കൈക്കൊണ്ടത് എങ്ങനെയാണ് എന്ന് പങ്കുവയ്ക്കാൻ എത്തുന്നത് തൃശ്ശൂരിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ എവറസ്റ്റ് ജ്വല്ലറിയുടെ ഉടമ എരിഞ്ഞേരി കുഞ്ഞച്ചൻ്റെ 3 മക്കളിൽ ഒരാളായ ഫാദർ ആൻ്റണി മേനാച്ചേരിയാണ്. ആൻ്റണി അച്ഛൻ വൈദികനാകുന്നതിന് മുൻപ് ഏകദേശം ഒരു 10-11 വർഷത്തോളം ഗോൾഡ് ബിസിനസ്സിൽ തൻ്റെ പിതാവിനോടൊപ്പം പ്രവർത്തിക്കുകയും ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് തൻ്റെ വൈദിക ജീവിത വിളി ഉറപ്പിച്ച് സെമിനാരിയിലേക്ക് ചേരാനായിട്ട് പോകുന്നതും വൈദികനായി തീരുന്നതും. അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് തനിക്ക് ദൈവവിളി ഉണ്ട് എന്ന് അദ്ദേഹം തീരുമാനം കൈക്കൊണ്ടത് എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഫാദർ ആൻ്റണി മേനാച്ചേരി, തൃശ്ശൂർ അതിരൂപതയിലെ ഫാത്തിമ മാതാ ചർച്ച് സരിതപുരത്ത് വികാരിയായി ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ എനിക്കുണ്ടായ അസ്വസ്ഥതയാണ് എൻ്റെ ദൈവവിളിയുടെ ആരംഭം. ഈ അസ്വസ്ഥത എന്താണെന്ന് അന്വേഷിച്ചതിൻ്റെ ഫലമായി ആ സമയത്ത് ഞാൻ അൾത്താരയിൽ ഓൾട്ടർ ബോയ്സായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അങ്ങനെ ശുശ്രൂഷ വേളയിൽ വൈദികനെ നോക്കിക്കൊണ്ട് ഞാൻ ഇരുന്നപ്പോൾ ഈ ശുശ്രൂഷ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനെക്കുറിച്ച് വൈദികനാകാൻ ഉള്ള ആ ചിന്ത വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു സന്തോഷമാണ് വൈദികനാകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ആരംഭം. അങ്ങനെ ആ കാര്യം അന്നുള്ള വൈദികരുടെ അടുത്തും ആത്മീയ ഗുരുക്കന്മാരുടെ അടുത്തും എൻ്റെ മാതാപിതാക്കളുടെ അടുത്തും ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മാതാപിതാക്കളാണ് കൂടുതൽ എന്നെ തീരുമാനമെടുക്കുവാൻ സഹായിച്ചത്. എൻ്റെ അപ്പൻ ഇപ്രകാരം പറഞ്ഞു, ബോധ്യത്തോടുകൂടി നീ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു പോകണം. ബോധ്യമില്ലാതെ ഈ ശുശ്രൂഷയിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് വീഴ്ചകളുണ്ടാകും. നിന്നിൽ എന്ന് ഈ ബോധ്യം വരുന്നുവോ, ആ ബോധ്യം നിന്നിൽ ഉണ്ട് എന്ന് എനിക്ക് നിശ്ചയം തോന്നുന്നുവോ, അന്ന് ഞാൻ നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് കടത്തിവിടുന്നതായിരിക്കും. അതിനുവേണ്ടി അപ്പച്ചൻ്റെ കച്ചവട മേഖലയിലുള്ള പല മേഖലകളിലും എന്നെ കടത്തിവിട്ടു. 11 വർഷം എന്നെ കച്ചവടത്തിൻ്റെ എല്ലാ മേഖലകളിലും കടത്തിവിടുമ്പോൾ എനിക്ക് പല അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റേതായിട്ടുള്ള പല അസ്വസ്ഥതകളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഈ അസ്വസ്ഥതയിൽ വീഴാതെ സഹായിച്ചത് എൻ്റെ അമ്മയുടെ ഉപദേശം തന്നെയാണ്. അമ്മ പറഞ്ഞു, നീ എടുത്ത തീരുമാനത്തിൽ പതറാതെ നിൽക്കണമെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുക. നിൻ്റെ ഈ നിയോഗം വെച്ച് നീ നന്നായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ നിനക്ക് വീഴ്ചകളുണ്ടാകാതെ നിന്നെ മുന്നോട്ട് പോകാൻ ദൈവം നിന്നെ സഹായിക്കും. അമ്മ ഒരു ജപമാലയുടെ വലിയ ഒരു ഭക്തയാണ്. ആ അമ്മ പറഞ്ഞു, നീ ജപമാല ചൊല്ലി നിൻ്റെ തീരുമാനത്തെ ഉറപ്പിക്കുക. അങ്ങനെ അമ്മയുടെ ആ ജപമാല ഭക്തിയും അപ്പൻ്റെ വലിയ ആ പ്രാർത്ഥനാ ചൈതന്യവും നിരന്തരമായുള്ള പ്രാർത്ഥനാ ചൈതന്യവും എന്നെ വൈദികനാക്കുവാൻ എന്നെ സഹായിച്ചു. ആ തീരുമാനം ഉറപ്പിച്ചത് ഈ അസ്വസ്ഥതകളിലെല്ലാം വൈദിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുണ്ടായ സന്തോഷം, എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷമാണ് ഞാൻ വൈദികനാകുന്നതിൽ എനിക്ക് ഉറപ്പായി ഞാൻ ആകും എന്നുള്ളൊരു ദൃഢനിശ്ചയമുണ്ടായത്. അതാണ് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.